എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥം ഹരിവംശപുരാണമാണ്. ഇതൊരു വൈഷ്ണവ ഉപപുരാണമായി അറിയപ്പെടാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് മഹാഭാരതത്തിൻ്റെ അനുബന്ധമാണ്. ഗില രൂപത്തിൽ വേദവ്യാസ മഹർഷി രചിച്ചിട്ടുള്ളതാണ്. മഹാഭാരതം സവിസ്തരം കുരുവംശചരിതമെല്ലാം വിസ്തരിച്ചു. എങ്കിലും എന്തോ ഒരു കുറവ് വ്യാസഭഗവാന് അനുഭവപ്പെടുകയാണ്. യദുവംശം വിസ്തരിച്ചില്ലല്ലോ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അത്ഭുത ലീലകൾ വേണ്ടും വിധത്തിൽ പ്രതിപാദിച്ചില്ലല്ലോ എന്നൊരു തോന്നല് വ്യാസമഹർഷിക്കുണ്ടാവുകയാണ്. അതിനെ തുടർന്ന് അദ്ദേഹം ഗിലരൂപത്തിൽ 3 പർവ്വങ്ങളോടുകൂടി, അതായത് വിഷ്ണുപർവം, ഹരിവംശപർവം, ഭവിഷ്യപർവം എന്നിങ്ങനെ 3 പർവ്വങ്ങളോടുകൂടെ ഹരിവംശം രചിക്കുന്നത് ഗിലരൂപത്തിലാണെന്ന് പറഞ്ഞു. മഹാഭാരതത്തിന്റെ അനുബന്ധമാണ്. ഇതുകൂടെ ചേരുമ്പോഴാണ് മഹാഭാരതം സമ്പൂർണമാകുന്നത്. ഇത് ശ്രീകൃഷ്ണ കഥകള്, ഭഗവാന്റെ ലീലകൾ, അത്ഭുത ലീലകൾ വർണ്ണിക്കുന്നതാണ്. സമ്പൂർണമായി യദുവംശത്തെയും ഭഗവാൻ ശ്രീകൃഷ്ണനെയും കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് വിസ്തരിച്ച്. അതാണ് ഹരിവംശം. എന്നാൽ ഇത് പറഞ്ഞുവല്ലോ, വൈഷ്ണവ ഉപപുരാണമായും അറിയപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് ഹരിവംശ പുരാണം എന്ന് അറിയപ്പെടാറ്. യഥാർത്ഥത്തിൽ മഹാഭാരതത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. ഇന്ന് കേരളത്തിൽ മലയാളത്തിൽ ഈ കൃതി ഗദ്യരൂപത്തിൽ ലഭ്യമായിട്ടുള്ളതിൽ ഏറ്റവും ലളിതവും മനോഹരവുമായി രചിച്ചിട്ടുള്ളത് മൃഡാനന്ദ സ്വാമികളാണ്. ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ശ്രീരാമകൃഷ്ണ മഠമാണ്. ശ്രീരാമകൃഷ്ണ മഠത്തിലെ എല്ലാ ഓഫീസുകളിലും ബുക്ക് സ്റ്റാളുകളിലും ഈ ഒരു ഗ്രന്ഥം ലഭ്യമാണ്. ഗ്രന്ഥം നമുക്ക് പരിചയപ്പെടാം. ഹരിവംശപുരാണം ഗദ്യരൂപത്തിലുള്ളത്. ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ശ്രീരാമകൃഷ്ണ മിഷനാണ്. ശ്രീരാമകൃഷ്ണ മഠത്തിലെ എല്ലാ ബുക്ക് സ്റ്റാളുകളിലും ഈ ഒരു ഗ്രന്ഥം ലഭ്യമാണ്. ഇന്ന് മലയാളത്തിൽ ഹരിവംശപുരാണം ഗദ്യരൂപത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതിൽ ഏറ്റവും ലളിതമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്, ചമച്ചിട്ടുള്ളത്, രചിച്ചിട്ടുള്ളത് മൃഡാനന്ദ സ്വാമികളാണ്. ഈ ഒരു ഗ്രന്ഥമാണ്. മഹാഭാരതം എഴുതിയതിനു ശേഷം വ്യാസന് കുരുവംശത്തെപ്പറ്റി വിസ്തരിച്ചു. എന്നാൽ ഭഗവാൻ കൃഷ്ണനെ പറ്റി വിസ്തരിച്ചില്ല, യദുവംശത്തെക്കുറിച്ച് പ്രതിപാദിച്ചില്ല എന്നൊരു തോന്നലുണ്ടായി. അതിന്റെ പുറത്താണ് ഖിലരൂപത്തിലുള്ള മഹാഭാരതത്തിന്റെ അനുബന്ധമായിട്ട് വ്യാസൻ ഇത് രചിക്കുന്നത്. 3 പർവ്വങ്ങളാണ്: ഹരിവംശപർവം, വിഷ്ണുപർവം, ഭവിഷ്യപർവം. അത് ഹരിവംശപർവത്തില് 55 അധ്യായങ്ങളാണ്. വിഷ്ണുപർവത്തില് 128 അധ്യായങ്ങളാണ് വരുന്നത്. ഭവിഷ്യപർവത്തില് 135 അധ്യായങ്ങൾ. ശ്രീകൃഷ്ണന്റെ അത്ഭുത ലീലകൾ കൊണ്ട് സമ്പന്നമാണ് ഈ ഒരു കൃതി. ഇത് പുരാണമായിട്ട് അറിയപ്പെടാറുണ്ടെങ്കിലും മഹാഭാരതത്തിന്റെ ഭാഗമായതുകൊണ്ട് ഇത് ഇതിഹാസമാണ്. പുരാണ രൂപത്തിലും അറിയപ്പെടുന്ന ഹരിവംശം അത് 18 മഹാപുരാണങ്ങളുടെ രൂപത്തിലല്ല, മറിച്ച് ഉപപുരാണമായിട്ട്, വൈഷ്ണവ ഉപപുരാണമായിട്ട് അറിയപ്പെടാറുണ്ട് ഹരിവംശ പുരാണം എന്ന പേരിൽ. ഇത് അപ്പോൾ ഇന്ന് തന്നെ വാങ്ങിക്കുക. വാങ്ങിച്ച് വെറുതെ വെച്ചാൽ പോരാ, വായിക്കുക. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അത്ഭുത ലീലകള് എത്രയോ ശ്രേഷ്ഠമാണ്. കലിയുഗത്തിൽ അത് പഠിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് വായിക്കാനും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹവും ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഹരി